അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം SIR കേരളത്തിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാർ ശക്തികൾ നാളെ ഇതൊരു പൗരത്വരേഖയായി കണക്കാക്കുമോ എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ആശങ്കപ്പെടുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ളതിൽ നിന്നും ഒരു പൗരത്വരേഖ എന്നുള്ള നിലയ്ക്ക് ആളുകൾ അതിനെ ചർച്ചക്കെടുക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി മത, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനകൾ ജനങ്ങളെ ആ രേഖകൾ കൃത്യമായി സമർപ്പിക്കുവാനും അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുവാനും നിരന്തരം ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് അതിന് വലിയ ശ്രദ്ധ കൊടുക്കുകയും വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ അസ്തിത്വം നാളെ ചോദ്യം ചെയ്യപ്പെടുന്നൊരവസ്ഥ ഉണ്ടായേക്കാൻ ഇടയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ നമ്മുടെ ജാഗ്രതയും ശ്രദ്ധയും കണ്ടപ്പോൾ തോന്നിയ ഒരു ചിന്തയാണ് പ്രിയമുള്ളവരെ ഇവിടെ പങ്കുവെക്കുന്നത്. 2002 വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി പല വിധേനയും നമ്മൾ അന്വേഷണം നടത്തുന്നു. അതിൽ പേര് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ വല്ലാതെ ആശങ്കപ്പെടുന്നു. എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിക്കാൻ എന്തെല്ലാം രേഖകൾ വേണം എന്നുള്ളത് കൃത്യമായി പഠിക്കുന്നു. പൂരിപ്പിക്കുമ്പോൾ തെറ്റുവന്ന് ബുദ്ധിമുട്ടാകാതിരിക്കാൻ നമ്മൾ 1-2 കോപ്പി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പൂരിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, പേരുകൾ നമ്മുടെയൊക്കെ രേഖകളിലുള്ള പോലെ തന്നെ കൃത്യമായി തെറ്റുകൂടാതെ എഴുതാൻ ഏറെ നമ്മൾ ശ്രദ്ധിക്കുന്നു. ശരിയാവണ്ണം എഴുതാൻ അറിയാത്ത ആളുകൾ നന്നായി മനോഹരമായി എഴുതുന്ന ആളുകളെ കൊണ്ട് എഴുതിപ്പിച്ച് അവർക്ക് കാശ് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ വളരെ ജാഗ്രതയിൽ നമ്മളത് ചെയ്തു. അത് ചെയ്യുകയും വേണം, ചെയ്യണമെന്നാണ് നമ്മളെല്ലാവരും, വിശിഷ്യ മതപണ്ഡിതന്മാർ പോലും മതസംഘടനകൾ പോലും ജനങ്ങളെ തെരഞ്ഞെടുപ്പെടുത്തിയതും അതിൽ ശ്രദ്ധിച്ചതും. കാരണം ഈ വോട്ടർ പട്ടികയിൽ പേര് വന്നില്ലെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ പരിണതഫലം നാളെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഈ ദുനിയാവിൽ നമ്മൾ അല്പകാലം മാത്രമാണ് ജീവിക്കുക. ഈ കുറച്ചു കാലം ജീവിക്കുന്ന ദുനിയാവിൽ നമ്മുടെ രാജ്യത്തെ പൗരത്വം നഷ്ടപ്പെടുന്നതിനെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നുണ്ടെങ്കിൽ, പൗരത്വം നഷ്ടപ്പെട്ടാൽ നമ്മൾ എവിടെ ജീവിക്കും, നമ്മുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് നമ്മളെ ഉറക്കം കെടുത്തുന്നുണ്ട്, സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, കലാകാലം തീരാത്ത അറ്റം കാണാത്ത പരലോകത്തിൽ, അവിടെ സ്വർഗത്തിൽ, സ്വർഗരേഖയിൽ പൗരത്വം കിട്ടാൻ, എൻ്റെ പേരതിൽ ചേർക്കാൻ ഞാനും നിങ്ങളും എത്രത്തോളം നമ്മൾ അതിൽ ശ്രമം നടത്തുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ നിലക്ക് സ്വർഗത്തിലൊരു പൗരത്വം ലഭിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം പ്രവർത്തിക്കണം, അതിൽ എൻ്റെ പേരുണ്ടാകുമോ എന്നോർത്ത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, നമ്മുടെ സമാധാനം പോയിട്ടുണ്ടോ? BLOമാർ തരുന്ന എന്യൂമറേഷൻ ഫോം എല്ലാവർക്കും കിട്ടിയോ? എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയിട്ടുണ്ടോ? മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, മരുമക്കൾക്ക്, പേരക്കുട്ടികൾക്ക്, എത്രത്തോളം 80-90 വയസ്സുള്ള വൃദ്ധകളായ ആളുകൾക്ക് പോലും ഫോം കിട്ടുന്ന വിഷയത്തിൽ അവർക്കിനി ഭൂമിയിലധികം ആയുസ് പ്രതീക്ഷിക്കപ്പെടുന്നവരല്ല എങ്കിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നു. നമ്മൾ ആ വിഷയത്തിൽ ബേജാറാവുകയും ചെയ്യുന്നു. എന്നാൽ സ്വർഗത്തിലെ പൗരത്വരേഖയിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടാകുമോ, അതിനുവേണ്ടി നാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഏറെ ആശങ്കപ്പെടേണ്ട സംഗതിയാണ്. നമ്മുടെ രേഖ ഇല്ലിയൂനിൽ ആയിരിക്കുമോ, അതല്ല നരകക്കാരുടെ ഇടമാണെന്ന് പഠിപ്പിച്ച സിജീനിലായിരിക്കുമോ എന്ന് നമ്മളെ ആലോചിപ്പിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ രേഖ അത് ഇല്ലിയൂനിലായിരിക്കും അവൻ്റെ ഏടുകൾ ഉണ്ടാവുക. അത് സ്വർഗമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് മലായിക്കത്തുകളോട്, എൻ്റെ അടിമയുടെ രേഖ അത് ഇല്ലിയൂനിൽ രേഖപ്പെടുത്തണം. ആ ഇല്ലിയൂനിലായിരിക്കുമോ നമ്മുടെ രേഖകൾ ഉണ്ടാവുക, അതല്ല സിജ്ജീനിലായിരിക്കുമോ? കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ, അക്രമികളും തെമാടികളുമായ ആളുകളുടെ ഗ്രന്ഥം അത് സിജീനിലായിരിക്കും. വമാ അദ്റാകമാ സിജീൻ, സിജീൻ എന്നാൽ എന്താണ് നിനക്കറിയാമോ? കിതാബും മർക്കൂം, എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാകുന്നു അത്. വൈലുൻ യൗമഇദിൽ മുക്കദ്ദിബീൻ, ഈ പരലോകത്തെ കളവാക്കുന്ന ആളുകൾക്ക് നാശം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ മാതാപിതാക്കൾ ഈ സ്വർഗ പൗരത്വരേഖയിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മളെ ഉറ്റാലോചിപ്പിക്കേണ്ടതുണ്ട്. ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷഭരിതരായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് പറയപ്പെട്ടവരിൽ നമ്മൾ ഉണ്ടാകുമോ? അതിനുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? എൻ്റെ വിശ്വാസം ക്ലിയറാണോ? സൽക്കർമ്മങ്ങളുണ്ടോ? ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധിക്കുന്നുണ്ടോ?
നമസ്കാരം കൃത്യമാണോ, ദാനധർമ്മങ്ങളുണ്ടോ, വിശുദ്ധ ഖുർആന്റെ പാരായണമുണ്ടോ, മതം പഠിക്കാൻ നമ്മൾ സമയം ചെലവാക്കുന്നുണ്ടോ, അതല്ല ഭൗതിക പഠനത്തിൻ്റെയും അതിൻ്റെ ചർച്ചകളുടെയും അതിൻ്റെ മീറ്റപ്പുകളുടെയും ഒക്കെ പിന്നാലെയാണോ, മതത്തെ നമ്മൾ ഗൗരവമായി കണ്ടിട്ടുണ്ടോ, കളിയിലും ചിരിയിലും ലിബറലിസത്തിലും സുഖിച്ച് അടിച്ചുപൊളിച്ച് ജീവിതം കളറാക്കി വൈബാക്കി നടക്കുകയാണോ എന്നുള്ളതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും വിജയം വരിക്കുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.